Hello my dear friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂറാണ്. അതായത് ഞങ്ങളൊരു പുതിയ വീട് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ്. സൈഡിൽ തന്നെ 2 മാവുണ്ട്. നമ്മളപ്പോൾ ഈ മാവ് വെട്ടിയില്ല. നമ്മൾ ഈ മാവ് റീറ്റെയിൻ ചെയ്തിട്ടാണ് കാർ പോർച്ച് പണിഞ്ഞത്. അപ്പോൾ വീടിന് ഒരു ചെറിയ തണുപ്പ് കിട്ടാനായിട്ടും ഒക്കെ മരങ്ങൾ നല്ലതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മാവ് വെട്ടിയില്ല. അപ്പം ഇതാണ് നമ്മുടെ കാർ പോർച്ച്. ഒരു നിലയുള്ള വീടാണ് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. അത് ഒരു ബെഡ്റൂം. ഇത് കിച്ചൺ. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഇതിൻ്റെ ഫ്ലോർ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ടൈൽസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു എന്താ പറയുക, എയർ സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഫാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം കിച്ചണിൽ 2 വിൻഡോസ് ഉണ്ട്. ഫാൻ നമ്മൾ BLDC ഫാൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പവർ സേവിങ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വർക്ക് ഏരിയ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. പുറത്ത് ഒരു സിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ്സ് ഒക്കെ കഴുകിയിട്ട് ഇവിടെ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട്. ഓക്കെ, ഇത് ചെറിയൊരു സ്പേസ് ആണ്. പിന്നീട് അടുപ്പൊക്കെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്. കുറച്ച് സ്പേസ് പുറകിലുണ്ട്. ഇനി ഞാൻ ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇതുപോലുള്ള ഒരു ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോത്ത്സും ഒക്കെ വയ്ക്കാനായിട്ടാണ്. ഇതിനകത്തൊക്കെ സ്പേസ് ഉണ്ട്, നന്നായിട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് ബാത്റൂം. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഒരു ബാത്റൂം. ഇനി ഞാൻ മറ്റേ ബെഡ്റൂം കാണിച്ചു തരാം. ഇത് നമ്മുടെ കോമൺ ഹാൻഡ് വാഷ് ഏരിയ ആണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെയും നമ്മളിത് ഇതുപോലുള്ളൊരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കാണിച്ചു തരാം. ലൈറ്റ്
ഇനി കിച്ചണിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക്സ് കാണിക്കാം. ജി ഹാൻഡിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ പുള്ളി ചെയ്യാനായിട്ട്. കട്ട്ലറീസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ആണിത്. പ്ലേറ്റ്സ് വെക്കാനുള്ള സ്പേസ് ആണ്. ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള, ബോട്ടിൽസും ഒക്കെ വെക്കാനുള്ള സ്പേസ് ആണ്. വേസ്റ്റ് ബാസ്ക്കറ്റ്, ഇതിപ്പോൾ നമ്മുടെ ഇന്റീരിയേഴ്സിന് എല്ലാത്തിലും ഉണ്ടല്ലോ ഇങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കാനുള്ള സ്പേസ്. ഇവിടെ നമുക്ക് സിങ്കിന്റെ ഡൗൺ സ്പേസ് ആണ്. അത്തേക്കും നമുക്ക് പ്ലേറ്റ്സോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ളതോ സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതായത് ഇതിങ്ങനെ നമ്മൾ ഇത്രയും വരെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലോസ് ആയിട്ട് വരും. അതാണ്. ഹുഡ് കൊടുത്തിരിക്കുന്നത് ഫേബറിൻ്റെ ആണ്. സ്പീഡ് മാറും അല്ലേ, ഓഫ് ആവും. ഡബിൾ സ്വൈപ്പ് ഇങ്ങോട്ട് ചെയ്താൽ ഓഫ് ആവും, ഇങ്ങോട്ട് ചെയ്താൽ ഓൺ ആവും. റൈറ്റ് ആണോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓഫ് ആകും. ടച്ച് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ. ഈ ലൈറ്റ്സിന് 3 കളർ റേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. വാം ടു കോൾഡ്. TV യൂണിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുക ചെയ്തത്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമ്മൾ വാങ്ങിയത്. കർട്ടൻസും നമ്മൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ക്രീമിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സിൻ്റെ ഡിസൈൻസാണ് അതെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബെഡ്റൂമിലെ ഈ ഒരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ് ആണ്. ഇതിൻ്റെ അകത്തൊക്കെ സ്പേസ് ഉണ്ട്, നിറയെ സാധനങ്ങൾ വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് ഇതുപോലുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ആദ്യം നമ്മൾ, പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് മുകളിൽ കൊടുക്കണമെന്ന് തോന്നി. അതുപോലെ ദേ ഇവിടെ ഹാങ് ചെയ്ത് വയ്ക്കാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ബെഡ്റൂമിലെ കാഴ്ചകൾ. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. ഇതിവിടെയാണ് കേട്ടോ നമ്മുടെ കിണർ. ഇതിന് താഴെ കിണറാണ്, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൂടെ കാറൊക്കെ കയറും കേട്ടോ, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാറൊക്കെ കയറും, സ്ട്രോങ് ആണ്. ഇത് മുകളിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയുക സ്റ്റെയർസാണ്. മുകളിൽ വേറെ ഫ്ലോർ ഇല്ല, പിന്നീട് നമ്മൾ പണിയുന്ന സമയത്ത്
നമുക്ക് മുകളിലേക്ക് കയറാനൊക്കെ ആയിട്ടാണ് പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്നത്. ഇതേ നമ്മൾ താഴെ കണ്ട മാവാണിത്. ഇതിൽ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പറിക്കാം മാങ്ങല്. ഇനി നമുക്ക് ടെറസിൽ നിന്ന് താഴത്തേക്ക് തിരിച്ചിറങ്ങാം. അച്ഛമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹൗസ് വാമിങ്, അതായത് പാല് കാച്ചൽ ചടങ്ങ് നടത്താം. ഇതിന് മുമ്പ് ഞാൻ വീടിൻ്റെ പുറകുവശം കൂടെ ഒന്ന് കാണിച്ചുതരാം. മോട്ടർ നിറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുഭാഗം. ഓക്കെ, നമുക്കിനി പാല് കാച്ചാനായിട്ട് പോകാം. ഹലോ, കലത്ത് കല്ല് വെച്ച ഇതിനകത്ത് ഇതെങ്ങനെ പുറത്തേക്ക് അതെനിക്ക് മനസ്സിലായില്ല. ഇതിങ്ങനെ പുള്ളി ഇല്ല 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 ഇളക്കില്ല, തന്നെ തിളച്ച് പുറത്തേക്ക് പോകണം. ഏതൊരു സൈഡിലേക്ക് തിരിച്ചു വെക്കില്ലേ.